പട്ടാപ്പകല് തിയേറ്റർ പൊട്ടിച്ചിട്ട് ടൗണിൽ കൂടി നടന്നുപോയി എന്ന് പറയുന്നതിൽ ഞാനൊരു ഹീറോയിസം കാണുന്നു. ഞാനൊരു ഇത്തിരി മോശം സാറേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ധ്യാൻ ചേട്ടൻ ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്തപ്പോ ജനുവരി മാസത്തിൽ ഇട്ട ഒരു ബോംബിനെ കുറിച്ചാണ്. ഈ സിനിമയിൽ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഒരു പടക്ക കമ്പനിയുടെ മുതലാളിയാണ്. മൂപ്പര് പടക്കം ഉണ്ടാക്കിയിട്ട് അത് ഹോം ഡെലിവറി ചെയ്യും. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പിന്നെ ധ്യാൻ ചേട്ടന്റെ ഓഫീസിൽ ചളി പറയാനായിട്ട് സ്റ്റാർ മാജിക്കിൽ ഒരു എംപ്ലോയി ഉണ്ട്. ബോയ്സ് ചേട്ടാ, ബോയ്സ് അതിൽ ഞാനും. ഈ കോമഡി എഴുതിയ ആൾ ഈ സിനിമ കാണുന്നവർക്ക് ഒരു ചിരിക്കാനായിട്ട് ഒരു അരിഷ്ടം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വേറെ കോമഡി ഉണ്ട്, ഞാൻ വേഗം സീൻ കാട്ടി തരാം, അല്ലെങ്കിൽ ഇത് ചീഞ്ഞിട്ട് വല്ല പുഴും വരും. ചേട്ടന്റെ പ്രായം എത്രേ? എന്നോടാണോ? അതെ. മധു. ഈ ചീഞ്ഞ കോമഡി കേട്ട് ഞാനൊന്ന് റീകവറായി വന്നപ്പോഴേക്കും ധ്യാൻ ചേട്ടന്റെ ചേട്ടൻ വന്നിട്ട് അവിടെയുള്ള ഒരുത്തന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ തുണ്ട് കാണും, എന്നിട്ട് ഒരു ചളി അടിക്കും. എന്താടാ ഇത്? നീ ഫോൺ വില ഇരുമ്പ് കടയിലും കൊണ്ട് കൊടുക്കും, കമ്പിക്കൊക്കെ ഇപ്പൊ നല്ല വില കിട്ടും. ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിന് നീര് വീഴും. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന് ഒരു പൊണ്ടാട്ടി ഉണ്ട്. ഒരു ദിവസം പൊണ്ടാട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പൊണ്ടാട്ടി പ്രഗ്നന്റ് ആന്ന് പറയും. ധ്യാൻ ചേട്ടാ, നമുക്ക് കൊച്ചിന്റെ പേര് ജൂനിയർ ബോംബ് സ്റ്റാർ എന്നിട്ടാലോ? പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ പൊണ്ടാട്ടിനെയും കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പോവാ, എന്നിട്ട് സ്നേഹിച്ച് കൊല്ലും. മുന്തിരിപ്പാടം പൂത്തു നിക്കണ മുറ്റത്ത് കൊണ്ടുപോവാം, മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാത്തു വച്ചോളാം. പിന്നെ ഒരു ദിവസം ധ്യാൻ ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ അവിടെയുള്ള ഒരുത്തൻ പറയും ധ്യാൻ ചേട്ടന്റെ പൊണ്ടാട്ടിയുടെ ഫേക്ക് ഫോട്ടോ ഒരുത്തൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇതറിയുമ്പോ നമ്മുടെ ധ്യാൻ ചേട്ടന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് മോനെ. ഇങ്ങനെ കാണിക്കുന്നതാണോ ദുഃഖം? ഇങ്ങനെയൊക്കെ ഉണ്ടാവണെങ്കിൽ നമ്മളൊക്കെയാണെങ്കിൽ വല്ല പോലീസിനെ അറിയിക്കല്ല ചെയ്യുക. നമ്മുടെ ധ്യാൻ ചേട്ടന്റെ ആള് വ്യത്യസ്തനാണ്, അറിയിക്കില്ല പോലീസിനെ. എന്തുകൊണ്ടാന്ന് ചോദിച്ചത് ഒരു പേട്ടപ്പടാണ്. പിന്നെ ഫ്ലാറ്റിൽ എത്തുമ്പോ നമ്മുടെ ധ്യാൻ ചേട്ടൻ ആ ഫോട്ടോയുടെ അടിയിൽ എഴുതിയ ക്യാപ്ഷൻ അനുസരിച്ച് ഭാര്യനെ നോക്കുക, എന്നിട്ട് അങ്ങോട്ടൊക്കെ ക്യാമറ ഫോക്കസ് ആവും. ഗൗരി എന്ന രതികുമാരി. അക്ഷയ സെന്ററിൽ അങ്ങനെ ഒരു സുന്ദരി കോതയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളുടെ കണ്ണുകൾ എന്നെ വിളിക്കുന്ന പോലെ. ഇതാരടാ എഴുതി ഡയറക്റ്റ് ചെയ്തേക്കണ? വല്ല നീലക്കുയിലിന്റെ ഓണർ വലുതാണോ? പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടാ മറ്റേ ഫോട്ടോ ഇട്ട് അവന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ബൈക്കിന്റെ ബാക്കിൽ ഒരു ന്യൂക്ലിയർ ബോംബ് സെറ്റ് ചെയ്തിട്ട് അവനെ കൊല്ലാനായിട്ട് പോവും. പിന്നെ ധ്യാൻ ചേട്ടൻ മറ്റവനെ കാണും, അപ്പൊ അവൻ പറയും ഇവിടുന്ന് പോയില്ലെങ്കിൽ തോക്ക് എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നു. നീ ആരോടെ ചെറുക്ക പറയണ ഇതൊക്കെ? ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, വെടിക്കെട്ടുകാരനെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കല്ലേ. പിന്നെ അവനോട് ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ മറ്റവൻ പറയും വേറൊരു തുണ്ട് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയെന്ന്. എന്നിട്ട് ആ ഐഡി ധ്യാൻ ചേട്ടൻ വാങ്ങിയിട്ട് പോവും. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ഓരോ തുണ്ട് ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിലും ആ ഫോട്ടോ ഉണ്ടാവും. അങ്ങനെ എല്ലാത്തിലും കയറി ജോയിൻ ചെയ്യും രാത്രി ഇരുന്നിട്ട്. ധ്യാൻ ചേട്ടാ, നിങ്ങൾ എന്നിട്ട് ചെയ്യണപ്പ? ഇത് മുത്തുച്ചിപ്പി അച്ഛൻ വായിച്ചിട്ടില്ലേ? മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? ആ സൈബർ സെല്ലിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അവനെ പിടിക്കുകയും ചെയ്യാം, 10 മിനിറ്റ് കൊണ്ട് സിനിമയും തീർക്കാം. പിന്നെ ധ്യാൻ ചേട്ടൻ വേറൊരു തുണ്ട് ഗ്രൂപ്പിന്റെ അഡ്മിനെ പോയി കാണും, എന്നിട്ട് അവനോട് ആ ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും. പിന്നെ ധ്യാൻ ചേട്ടൻ വയലന്റ് ആവും. Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. പിന്നെ ഇങ്ങേരോട് ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ വേറെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാന്ന് വീണ്ടും പറയും. പിന്നെ ഈ സിനിമയിൽ കൊടും ഭീകരനായിട്ടുള്ള ഫോട്ടോ ഉണ്ടാക്കിയ വില്ലനെ കാണിക്കും. മൂപ്പര് ഹാക്ക് ചെയ്യും, അപ്പൊ ഹാക്കിംഗ് എന്നൊക്കെ എഴുതി കാണിക്കും. ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ, മതി. പിന്നെ ഇവൻ ഭയങ്കര കോടീശ്വരനാണ്. ഇവൻ പിക്സാർട്ടിൽ തല വെട്ടിയിട്ട് ഓരോ ഇമേജിൽ വെക്കണതിന് ഇവന് കോടിക്കണക്കിന് പൈസക്കാണ് ഓരോ ആൾക്കാർ ആ പടം വാങ്ങാനായിട്ട് ഇവന്റെ അടുത്തേക്ക് വരണേ, ഈ ഒക്കെ ഉള്ള കാലത്ത്. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഭാര്യ വർക്ക് ചെയ്യണ അക്ഷയ സെന്ററിൽ പോയിട്ട് അന്ന് ഇമേജ് അപ്ലോഡ് ആയ ദിവസം തൊട്ടുള്ള CCTV ചെക്ക് ചെയ്യും. അപ്പൊ അതിൽ ആ മറ്റേ വില്ലനെ കാണും. പിന്നെ ഈ മണ്ടനായിട്ടുള്ള വില്ലൻ ഉണ്ടല്ലോ, അക്ഷയയിൽ കയറുന്നതിന് മുന്നേ പേരും അഡ്രസ് നമ്പറും എഴുതി വെക്കില്ല, അതിൽ ഒറിജിനൽ പേരും അഡ്രസ് നമ്പറും എഴുതി വെക്കുന്നേര്. ഞാൻ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് നമ്മളെല്ലാവരും അറിയട്ടെ. പിന്നെ ധ്യാൻ ചേട്ടൻ കറക്റ്റ് ആയിട്ട് ഇവന്റെ വീടുള്ള സ്ഥലത്ത് എത്തും. അഡ്രസ്സും കൂടി എഴുതി വെച്ചത് ഏതായാലും നന്നായി, കൃത്യമായിട്ട് എത്താൻ പറ്റും.
പിന്നെ ധ്യാൻ ചേട്ടൻ ഇവനെയും കൊണ്ട് അവിടുന്ന് പോവുക, എന്നിട്ട് ഒരു സ്ഥലത്ത് തോണിയില്ലാണ്ട് ഇറക്കി വിടും. ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോണ, ആരുടെ ആയാലും മതി. നാണവും മാനവും ഇല്ലാത്തവന് എന്തിനാടാ അണ്ടർവെയർ? പിന്നെ രാത്രിയാകുമ്പോ വില്ലൻ ഇവന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവൾ അറിയും. അപ്പൊ അവള് പറയാ, നമ്മള് ബ്രേക്കപ്പ് ആവാണ്ടിരിക്കണെങ്കിൽ ധ്യാൻ ചേട്ടന്റെ ചേച്ചി നിന്നോട് ക്ഷമിക്കണെന്ന്. ബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെ പറയൂ? ആ സ്ത്രീയല്ലേ, അവര് നിന്റെ അടുത്ത് മാപ്പ് തന്ന. പിന്നെ അങ്ങോട്ട് ധ്യാൻ ചേട്ടന്റെ പൊണ്ടാട്ടി വന്നിട്ട് ആ വില്ലന്റെ മോന്തയ്ക്ക് ഒരെണ്ണം കൊടുക്കും. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. അങ്ങനെ പടം കഴിഞ്ഞു. ഈ പടത്തിനെ കുറിച്ച് പറയണെങ്കിൽ 916 പേട്ടപ്പടാണ്. ഇന്ന് ധ്യാനേട്ടന്റെ ഒരു ഗംഭീര പടത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പടം തുടങ്ങുന്നത് ഏതാണ്ട് ഒരു ചേച്ചി ഒരു ബന്ധമില്ലാത്ത പാട്ട് ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന കാട്ടിയിട്ടാണ് പടം തുടങ്ങുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ച്. നമ്മുടെ ധ്യാനേട്ടന്റെ അപ്പനാണ് നമ്മുടെ മുകേഷ് ഏട്ടൻ. മുകേഷ് ഏട്ടനെ കുറിച്ച് പറയണെങ്കിൽ മൂപ്പരൊരു ചാണക സ്നേഹിയാണ്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. മുകേഷ് ഏട്ടൻ ഒരു ദിവസം മുകേഷ് ഏട്ടന്റെ അമ്മേനെ കാണാനായിട്ട് പോവും. അമ്മേനൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്നിട്ട് വല്ല ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് പോവും. നമ്മുടെ മുകേഷ് ഏട്ടനാണെങ്കിൽ ചാണകം കൊണ്ടുപോകും. ஷானக் மிஸ்ரா, அதை குளிச்சு முடிச்சு தலையில வச்சா ஜுரம் வராது. ഹലോ, മുകേഷ് ഏട്ടനാണോ? മുകേഷ് ഏട്ട പ്രാന്തായി, എന്താ പറ്റിയേ? വിളിക്കരുത്. 11 മണിക്ക് ഒരാളെ വിളിക്കുന്ന പറഞ്ഞാൽ എനിക്ക് മൈലി വിലയിലൂടെ നീ തരുന്നത്. മൈലി വില മേലാൽ വിളിക്കരുത്. പകലൊക്കെ വിളിക്കുന്നത് അന്തത്തൊണ്ടല്ലൂടാ. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ അമ്മേനെ കുറിച്ച് പറയണെങ്കിൽ അമ്മ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് ഗൈസ്. ധ്യാൻ ചേട്ടൻ്റെ അമ്മ പഞ്ചായത്തിൽ ഭയങ്കര ഫേമസ് ആണ്. കുറെ ആരാധകരൊക്കെ ഉണ്ട്. എന്റെ അമ്മേ, സ്വന്തം ഭാഷയാണ്ട് പിന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇതൊന്നും വരുന്നില്ലല്ലോ അതല്ലേ. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ അമ്മയ്ക്ക് ഒരു പ്രത്യേക തരം ഹോബി ഉണ്ട്. ലിഫ്റ്റിൽ ചുമ്മാ ഇരിക്കുന്ന പിള്ളേരെ ഒച്ചയെടുത്തിട്ട് പേടിപ്പിക്കുക. വട്ടായി പോയെന്ന് തോന്നുന്നു. ഫോൺ നോക്കണ പിള്ളേരോട് ഫോൺ നോക്കരുതെന്ന് പറയാ. അല്ലാതെ ഇത് മാത്രം കുനിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല. പിന്നെ മുകേഷ് ഏട്ടൻ ചാണകത്തിനെ പറ്റി കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചാണകത്തിനെ കുറിച്ച് ഡിപ്ലോമ എടുത്തിട്ടുള്ള ഒരു ഡൂഡിനെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുപ്പിക്കും. ചാണകത്തെയും ഗോമൂത്രത്തെയും കളിയാക്കുന്ന ഒരു ജനത, അതാണ് നമ്മുടെ ശാപം. പശുവിന്റെ കൊമ്പുകൾക്കിടയിൽ റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പോലും നിശബ്ദമാവും. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. ഇവരുടെ ഈ അപരാധ പരിപാടി ഒന്നും സഹിക്കാൻ പറ്റാണ്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ ദുബായിക്ക് പോകാൻ തീരുമാനിക്കും. ദുബായിൽ നമ്മുടെ ധ്യാൻ ചേട്ടന്റെ കൂട്ടുകാരനായിട്ടുള്ള ഷൈൻ ഉണ്ട്. എന്താണ് പറയണൊന്നും മനസ്സിലാവില്ലല്ലോ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ, നിനക്കൊല്ല കേൾക്കാൻ പറ്റണ. ധ്യാൻ ചേട്ടൻ എന്നിട്ട് പെട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നൈസായിട്ട് ദുബായിക്ക് പോവും. പിന്നെ ദുബായിൽ നമ്മുടെ ധ്യാൻ ചേട്ടന് ഒരു ക്രഷ് ഉണ്ട്. പിന്നെ ധ്യാൻ ചേട്ടന്റെ ക്രഷ് ദുബായിൽ ഒരു ചെറിയൊരു പടക്കക്കടയിൽ ഒരു ജോലി വാങ്ങി കൊടുക്കും നമ്മുടെ ധ്യാൻ ചേട്ടന്. ധ്യാൻ ചേട്ടൻ ആ കടയിൽ വന്നതിന് ശേഷം ആ കട ഇങ്ങനെ വളർന്ന് വലുതായിട്ട് വലിയ കമ്പനിയാവും ഗൈസ്. ഇതാണ് നമ്മുടെ പുതിയ പടക്കം. ഈ പടക്കം ഉണ്ടാക്കിയത് തന്നെ നമ്മുടെ ധ്യാൻ ചേട്ടനാ. എന്റെ പൊന്നോ, പൊട്ടിയ സൗണ്ട് എന്ന് പറഞ്ഞ കൊള്ളാലോടോ. താങ്ക് യു സർ. പിന്നെ ധ്യാൻ ചേട്ടന്റെ ക്രഷിന്റെ അപ്പം ഭയങ്കര റിച്ച് ആണ് ഗൈസ്. ചാക്കോച്ചൻ റിസപ്ഷന് ഞാൻ ബെൻസിൽ പോണോ റോൾസ് റോയ്സിൽ പോണോ? കാശിന്റെ കഴപ്പാ. പിന്നെ ഒരു ദിവസം നമ്മുടെ മുകേഷ് ചേട്ടൻ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് അറബിയുടെ വേഷം ഇട്ടിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടനെ കാണും ഫേസ്ബുക്കിൽ. പിന്നെ മുകേഷ് ചേട്ടനെ അറിയാവുന്ന ഒരാളെ വിട്ട് അന്വേഷിക്കുമ്പോൾ നമ്മുടെ ധ്യാൻ ചേട്ടനെ ഒരു മുസ്ലിം ഗേളായിട്ട് ക്രഷിലാന്ന് മനസ്സിലാവും. എന്നിട്ട് നമ്മുടെ മുകേഷ് ചേട്ടൻ ടെൻഷനായിട്ട് ദുബായിക്ക് പോവും. ദുബായിൽ മുകേഷ് ചേട്ടൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദുബായ് മൊത്തം ഒന്ന് ചുറ്റി കാണും. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരിൻ കടവത്ത് കുടമുല്ല പുത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഇടവാളും ഉണ്ടല്ലോ, മറുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ.
പിന്നെ ഒരു ദിവസം മുകേഷ് ചേട്ടൻ ഫോൺ നോക്കുമ്പോൾ നമ്മുടെ ധ്യാൻ ചേട്ടൻ വെള്ളടിക്കുന്നത് കാണും. അപ്പോൾ ഈ ഷൈനാണ് നമ്മുടെ ധ്യാൻ ചേട്ടനെ നശിപ്പിക്കണേന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുകേഷ് ചേട്ടൻ അവനെ ചീത്ത പറയാനായിട്ട് പോവും. അന്തസ് വേണോടാ അന്തസ്. മുകേഷ് ചേട്ടൻ ഷൈനായിട്ട് തല്ലുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ വീട്ടിൽ ചെന്നിട്ട് മുകേഷായിട്ട് തല്ലാവും. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ അമ്മ ധ്യാൻ ചേട്ടന് തല്ലും. എന്നിട്ട് ധ്യാൻ ചേട്ടൻ ആകെ സാഡായിട്ട് വണ്ടി എടുത്തിട്ട് മരുഭൂമിക്ക് പോവും. എന്നിട്ട് ധ്യാൻ ചേട്ടനെ കാണാണ്ടാവും. എന്നിട്ട് നമ്മുടെ ഷൈൻ രക്ഷിക്കാന്ന് പറയും. എടാ ഏത് വഴിയാ പോകണ്ട, എനിക്ക് വഴി അറിയില്ലോ, ഒന്ന് പറഞ്ഞുതരുമോ? രക്ഷപ്പെടുത്തണം. ഷൈനണ്ണൻ എന്നിട്ട് പറഞ്ഞ വഴി മനസ്സിലാവാണ്ട് കൂടെ വന്ന ആള് തിരിച്ചു പോവും. എന്നിട്ട് ഷൈനണ്ണൻ ഒറ്റയ്ക്ക് നമ്മുടെ ധ്യാൻ ചേട്ടനെ അന്വേഷിക്കും. എന്നിട്ട് അവസാനം നമ്മുടെ ധ്യാൻ ചേട്ടനെ കിട്ടും. എന്നോട് ക്ഷമിക്കണം. പിന്നെ നമ്മുടെ മുകേഷ് ചേട്ടൻ ഈ ചാണക പരിപാടിയൊക്കെ വിട്ടിട്ട് ദുബായിൽ സെറ്റിലാവും. പിന്നെ അവർ സുഖമായിട്ട് ജീവിക്കും. അങ്ങനെ പടം കഴിഞ്ഞ്. ഇന്ന് ഞാനൊരു സൈലന്റ് ബോംബിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറങ്ങിയോ? ഇനി പടത്തിൽ അഭിനയിച്ചേക്കുന്നത് നമ്മുടെ ലാലേട്ടൻ ഫ്രം നാപ്തോളാണ്. ഇവനെ നിനക്കറിയോ? ആരെ? അവനാണ് നീ. രണ്ടു പോയേ എന്താണ് ഇത്? എന്ത് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് വെളിയിലാക്കട്ടെ. ആ പാടെ ജീവിതം മൂഞ്ഞു. ഈ പടത്തിലെ നായികനെ കുറിച്ച് പറയണെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് ഓരോ പേട്ടപ്പടങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ കയറി അഭിനയിക്കുന്ന ചേച്ചിയാണ് ഈ സിനിമയിലെ നായിക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. പിന്നെ നമ്മുടെ നാപ്തോളേട്ടൻ ഈ സിനിമയിൽ ഒരു കാലാവസ്ഥ നിരീക്ഷണം ചെയ്യുന്ന ഒരു സയന്റിസ്റ്റാ. ഇങ്ങനെ സയന്റിസ്റ്റ് ആയ കാരണം ഇങ്ങനെ ടീമിൽ ഒരു ഭൂകാന്താടിയുള്ള ഒരു സയന്റിസ്റ്റ് വേണമല്ലോ. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ നാപ്തോളേട്ടൻ വെറുതെ സംസാരിച്ചാൽ വരെ അത് പ്രാസം പറ്റിയിട്ടാ സംസാരിക്കുള്ളൂ. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. അതെ അതെ, ചെന്തെങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. പിന്നെ നമ്മുടെ നാപ്തോളേട്ടന് ഒരു ഹോബി ഉണ്ട്. വൈഫിനെ സുഹൃത്ത് എന്നൊക്കെയാണ് വിളിക്കുക. അവളുടെ ഭർത്താവ് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നാന്ന്. ഇന്ന് കോഫി എടുക്കട്ടെ ഒരു ചേഞ്ചിന്? സുഹൃത്തെ, എനിക്ക് ചേഞ്ച് വേണ്ട. ഇതങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതോരോന്ന് കഴിച്ചാൽ മതി. പിന്നെ ഒരു ക്യാമിയോണ് ഗൈസ്. അത് ആരാന്ന് ചോദിച്ചാ ഓൾറെഡി പൊട്ടിത്തെറിക്കാൻ പോണ സിനിമയിൽ ക്യാമിയോ ചെയ്യുന്നത് ആരാ? ഞാനാ ചെയ്തേ. ഇതിലും വളരെ സർവ്വസാധാരണമാണ് എനിക്ക്. ഈ സിനിമയിൽ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഒരു ഡെലിവറി ബോയാ. വന്ന് നമ്മുടെ ധ്യാൻ ചേട്ടൻ ഡെലിവറി ബോയ് ആയിട്ട് വന്നിട്ട് ബോംബിടാൻ വരെ തുടങ്ങി. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഈ സിനിമയിൽ ഡയലോഗുകളൊക്കെ ഭയങ്കര കുറവാ. ഫുൾ ടൈം വെറുതെ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതാണ് ധ്യാൻ ചേട്ടന്റെ ഈ സിനിമയിലെ റോള്. എടാ ഞാൻ പുതിയൊരു ബോംബ് ഉണ്ടാക്കിയതാ, സൈലന്റ് ബോംബ്. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന് ഒരു ഹോബി ഉണ്ട്. വീട്ടിലിരുന്നിട്ട് ഓരോ പേട്ടപ്പടങ്ങളിൽ ഫോണിൽ ഇരുന്നിട്ട് കാണും. ഒരു പ്രത്യേക ജീവിതല്ലേ. പിന്നെ ഒരു ദിവസം നമ്മുടെ ധ്യാൻ ചേട്ടൻ നമ്മുടെ നാപ്തോളേട്ടന്റെ ഫ്ലാറ്റിലേക്ക് പോകും. എന്നിട്ട് നാപ്തോളേട്ടന്റെ ഗസ്റ്റാന്ന് പറഞ്ഞിട്ട് അവിടെ സൈൻ ചെയ്യും. പിന്നെ രാത്രി നമ്മുടെ നാപ്തോളേട്ടൻ വരുമ്പോൾ സെക്യൂരിറ്റികൾ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് അത് ചേച്ചിയോട് ചോദിക്കുമ്പോൾ വന്നിട്ടില്ല എന്ന് പറയും. എന്നിട്ട് ഇങ്ങേർക്ക് സംശയം തോന്നിയിട്ട് CCTV പോയി ചെക്ക് ചെയ്യും. പിന്നെ ഇങ്ങേർക്ക് സംശയം കൂടിയിട്ട് ഡിപ്രഷനായിട്ട് ഒരു പേട്ടപ്പാട്ടം കിടും. And I was only far away. Would I run off the world someday? Nobody knows. Nobody knows. തൂങ്ങിച്ചാവണം നിൽക്കരുത് കേട്ടാ. പിന്നെ അടുത്ത ദിവസം നമ്മുടെ ധ്യാൻ ചേട്ടൻ വീണ്ടും ആ ഫ്ലാറ്റിലേക്ക് വരും. പിന്നെ ഒരു ടെസ്റ്റാണ് ഗൈസ്. നമ്മുടെ ധ്യാൻ ചേട്ടൻ ആ ചേച്ചീനെ കാണാൻ വന്നതല്ലേ. ധ്യാൻ ചേട്ടന് വേറെ ഒരു ക്രഷ് ഉണ്ട്. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ഫ്ലാറ്റിൽ അപ്പനില്ല എന്ന് പറഞ്ഞിട്ട് ക്രഷായിട്ട് അവരാധിക്കാൻ പോകുമ്പോ അവിടെ അപ്പനുണ്ട് ഗൈസ്. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. എന്നിട്ട് ധ്യാൻ ചേട്ടനെ കൺവിൻസിങ് അണ്ണൻ ഇടിച്ചു കൂട്ടിയിട്ട് ഫ്ലാറ്റിൽ ഇട്ടിട്ട് പൂട്ടും. മനുഷ്യനെ ഒന്ന് ടച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത മഹാപാവികള്. സംസാരിക്കോ? ഞാൻ ശരിക്കും വല്ല ഊമയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന്റെ വായിൽ തുണി തിരികെ വെക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടാ ഞാൻ ഓടി നടന്ന് പോകുമ്പോണ്ടിരിക്കല്ല, അതിനിടയിൽ ഡബ് ചെയ്യാൻ എനിക്ക് സമയമില്ല. വായിൽ തുണി തിരികെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ് ഉണ്ടാലോ. മുതലാളി ഉണ്ടല്ലോ,
വേറെ ലെവലാ. പിന്നെ നമ്മുടെ നാപ്തോളേട്ടന് സംശയം മൂത്തിട്ട് ഫ്ലാറ്റിൽ ആരാ വരണേന്ന് അറിയാൻ വേണ്ടിട്ട് മൂപ്പരില്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നും. ഐഡിയ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയോട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ, ഞാനൊരു സ്ഥലത്തേക്ക് പോവാണെന്ന് പറയും. എന്നിട്ട് ആ ഫ്ലാറ്റിൽ എന്നെ മൂപ്പര് ഒരു റൂമിൽ ഒളിച്ചിരിക്കും. എന്നിട്ട് ആരാ വരണേന്ന് കണ്ടുപിടിക്കാനാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കുക. പിന്നെ ഇങ്ങനെ റൂമിൽ ഒളിക്കാൻ പോകുമ്പോ ഇങ്ങനെ കുറച്ച് വാഴത്തരങ്ങളുണ്ട്. ആ ചപ്പാത്തി എടുത്ത കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആ പെട്ടി എടുത്തിട്ട് പോവും. എനിക്ക് എന്റേതായ വഴികളുണ്ട്, ചില ഭ്രാന്തൻ ചിന്തകളും. പിന്നെ ചേച്ചി ആ ഫ്ലാറ്റ് ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് പോവും. പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് നമ്മുടെ നാപ്തോളേട്ടൻ ചേച്ചിനെ വിളിച്ചിട്ട് ഇപ്പൊ എവിടെയാന്ന് ചോദിക്കും. അപ്പൊ ആ ചേച്ചി ഫ്ലാറ്റിൽ തന്നെ ഉണ്ടെന്ന് പറയും. നീ എവിടെയാ? ഞാനിവിടെ ഫ്ലാറ്റില്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി അപ്പനെ കാണാൻ വീട്ടിലേക്ക് പോയത്. അപ്പൊ എന്തിനാണ് നമ്മുടെ നാപ്തോളേട്ടനോട് കള്ളം പറഞ്ഞതെന്ന് വെച്ചാൽ പേട്ടപ്പെടണം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ നാപ്തോളേട്ടൻ പാണ്ടിലോറിക്ക് ഡീസൽ അടിക്കണ മാതിരി വെള്ളം അടിക്കും. എന്നിട്ട് ഏട്ടന്റെ മാനറസ് ഒക്കെ കാണിക്കാനൊക്കെ നോക്കും. പിന്നെ മോർണിംഗ് ആവുമ്പോ മറ്റേ ചേച്ചി വീട്ടുകാരും കൊണ്ട് ഫ്ലാറ്റിലേക്ക് വരും. ഇവര് വന്ന കാര്യം അറിയുമ്പോ നമ്മുടെ നാപ്തോളേട്ടൻ വീണ്ടും ആ റൂമിൽ പോയിട്ട് ഒളിക്കും. എന്നിട്ട് ഇവര് ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ആ ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് അടിക്കും. അല്ല അപ്പൊ ആ സൗണ്ട് കേൾക്കില്ലേ ഇവർക്ക്? ഞങ്ങൾക്ക് കേൾക്കില്ല, കാരണം ഇതൊരു പേട്ടപ്പടാണ്. പിന്നെ നമ്മുടെ നാപ്തോളേട്ടന്റെ കയ്യിൽ ഒരു റിപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഫ്ലഡ് ഉണ്ടായ എന്റെ ഒരു റിപ്പോർട്ടാ. അത് കൊടുത്തില്ലെങ്കിൽ സർക്കാർ വീരുന്നൊക്കെയാണ് ഇവർ പറയണേ. നാപ്തോളേട്ടൻ റൂമിൽ ലോക്കായ കാരണം വൻ സീനോ. വന്നിട്ട് പോലീസുകാരൊക്കെ അന്വേഷിക്കും. പിന്നെ ഇവർ അന്വേഷണത്തിനെ കുറിച്ച് പറയണെങ്കിൽ സൈബർ സെല്ലിനെ വിളിച്ചിട്ട് ആ ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള ബുദ്ധി പോലും ഇവർക്കില്ല. പിന്നെ രാത്രിയാകുമ്പോൾ നമ്മുടെ നാപ്തോളേട്ടൻ ആ ഫ്ലാറ്റിൽ നിന്ന് ചാടും. ചാടിയിട്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോ ഒരു പടക്കത്തിന്റെ സ്മെല്ലടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ധ്യാൻ ചേട്ടൻ. പിന്നെ ഇവര് സംസാരിക്കുമ്പോ നമ്മുടെ നാപ്തോളേട്ടന്റെ സംശയമൊക്കെ മാറും. പിന്നെ അടുത്ത ദിവസം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ പടം കഴിയും. പിന്നെ ഇങ്ങനെ കക്കൂസയിൽ ഇരിക്കുമ്പോ നമ്മുടെ ധ്യാൻ ചേട്ടൻ വിളിക്കും ചെന്നൈക്ക് പോവാന്ന് പറഞ്ഞിട്ട്. നീ എവിടെ? ഞാനേ ബസ്സിലാ, ചെന്നൈക്ക് പോവാ. ഇന്ന് ധ്യാൻ ചേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പടത്തിൽ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഒരു കർഷകനാണ് ഗൈസ്. കർഷകനല്ലേ മാഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഒരു നന്മമാരാണ് ഗൈസ്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. ധ്യാൻ ചേട്ടന് ആ പഞ്ചായത്തിൽ ഒരു നന്മ ക്ലബ് ഉണ്ട്. ധ്യാൻ ചേട്ടൻ ആ ക്ലബിലുള്ള പിള്ളേരും കൂട്ടി പിരിവ് നടത്തിയിട്ട് ആ പൈസ കൊണ്ട് വീട് പണിത് കൊടുക്കും നാട്ടുകാർക്ക്. പിന്നെ പഞ്ചായത്തിൽ ആരെങ്കിലും സ്കൂട്ടർ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവർ ഓടി വന്നിട്ട് ഉന്തി കൊടുക്കും ആ സ്കൂട്ടർ. പിന്നെ പഞ്ചായത്തിലെ വീടുകളിൽ വിറക് തീർന്നിട്ടുണ്ടെങ്കിൽ ഇവര് വിറക് പറക്കി കൊടുക്കും. പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. ഒരു ദിവസം ധ്യാൻ ചേട്ടന്റെ അടുത്തേക്ക് ഒരു കൊച്ചു വന്നിട്ട് എന്നെ ഒരാട് ശല്യം ചെയ്തു കണ്ണ എന്നെ തല്ലി എന്ന് പറയും. അപ്പൊ നമ്മുടെ ധ്യാൻ ചേട്ടൻ അവരെ തല്ലാനായിട്ട് പോവും. ധ്യാൻ ചേട്ടൻ അവന്മാരെ തല്ലുമ്പോ വില്ലന്മാരെ കയറ് കെട്ടി വലിക്കും. പിന്നെ അങ്ങോട്ട് പോലീസ് വരുമ്പോ നമ്മുടെ ധ്യാൻ ചേട്ടൻ കേസ് സ്ട്രോങ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. കേസ് എത്ര സ്ട്രോങ് ആക്കണ്ടെന്നാ ക്ലബ്ബുകാരുടെ തീരുമാനം. അല്ല ധ്യാൻ ചേട്ടാ, കൊച്ചിനെ എത്ര ശല്യം ചെയ്ത് തല്ലിയവനെ കേസ് എടുക്കണ്ട ധ്യാൻ ചേട്ടാ. കേസ് എത്ര സ്ട്രോങ് ആക്കണ്ടെന്നാ ക്ലബ്ബുകാരുടെ തീരുമാനം. പിന്നെ ധ്യാൻ ചേട്ടന് ഒരു ക്രഷ് ഉണ്ട്. ചങ്ങലക്കിടാൻ പറ്റും. ഒരു ദിവസം ധ്യാൻ ചേട്ടന്റെ ക്രഷിനെ അവിടെയുള്ള ഗുണ്ടകളി ശല്യം ചെയ്യും. അപ്പൊ നമ്മുടെ ധ്യാൻ ചേട്ടൻ കണ്ടിട്ട് അവന്മാരൊക്കെ ഇടിച്ച് കൂട്ടും. നിന്നെ ഞാൻ ഇന്ന് ധ്യാൻ ചേട്ടൻ പിന്നെ വാവേനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിട്ട് ജീപ്പിൽ റൈഡ് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടനും ക്രഷും ഐസ്ക്രീം കഴിച്ചിരിക്കുന്ന സമയത്ത് വാവയുടെ അപ്പനെ അങ്ങോട്ട് വരും. എന്നിട്ട് അവളെയും വിളിച്ചുകൊണ്ട് പോവും. പിന്നെ ക്രഷിന്റെ അപ്പൻ ധ്യാൻ ചേട്ടനെ കാണാനായിട്ട് പോവും. അങ്ങളെ ഞാൻ 1 കോടിയുടെ ലോട്ടറി എടുത്തിട്ടുണ്ട്, അടിച്ച ഞാൻ കോടീശ്വരനല്ലേ, ഞാൻ അവിടെ കല്യാണം കഴിക്കട്ടെ. വെറുതെ ഒരു പെണ്ണിന്റെ ജീവിതം കളയാനായിട്ട്. ഇത് കേൾക്കുമ്പോ നമ്മുടെ ധ്യാൻ ചേട്ടൻ ആകെ സാഡാവും ഗൈസ്.
ഇന്നോ ഞാനകലെ പരലോകം കാണാൻ നീങ്ങന്നേ വരയാൻ വയ്യ നിന്റെ പ്രിയാൻ വയ്യ. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ ക്രഷ് വീട്ടിലേക്ക് വന്നിട്ട് ധ്യാൻ ചേട്ടനോട് PSC എക്സാം എഴുതിയിട്ട് ടീച്ചറാവാൻ പറയും. അങ്ങനെ നമ്മുടെ ധ്യാൻ ചേട്ടൻ PSC എക്സാം എഴുതും, പാസ്സാവും, ടീച്ചറാവും. പിന്നെ ധ്യാൻ ചേട്ടൻ സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് പോവും. എല്ലാവരും കേൾക്കാനാ പറയുന്നത്, മനസ്സിലായില്ലെങ്കിൽ പറയണം. പിന്നെ റോബസ്റ്റ് ആണ് സാർ, റോബസ്റ്റ് പഴമാണ്. പഴമല്ല, ഇത് പേജിലുണ്ട്. നിങ്ങൾ കുറച്ചേരം കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് വായിച്ച് ക്ലിയർ ആവും. പിന്നെ ധ്യാൻ ചേട്ടന് സർക്കാർ ജോലി കിട്ടിയ കാരണം ധ്യാൻ ചേട്ടൻ്റെ ക്രഷിൻ്റെ അപ്പൻ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കും. എന്നിട്ട് പെണ്ണ് കാണാനായിട്ട് പോവും. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന് ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടും. എന്നിട്ട് അങ്ങോട്ട് പോവും. അങ്ങോട്ട് പോകുമ്പോൾ ധ്യാൻ ചേട്ടനെ തല്ലണ ഒരു ഗുണ്ടില്ലേ, അവിടെ വന്നിട്ട് ധ്യാൻ ചേട്ടനെ തല്ലും. ഈ മോഹൻലാലൊക്കെ ഇത് എങ്ങനെ എന്തോ കാണിക്കുന്നത്? ഇവര് തല്ല് കൂടണ കണ്ടിട്ട് അവിടുത്തെ പോലീസുകാരൻ ആ ഗുണ്ടേനെ വെടിവെക്കും. അത് കഴിഞ്ഞിട്ട് ഇവരെ കോടതി പോവും. കോടതി പോകുമ്പോൾ ധ്യാൻ ചേട്ടൻ ഈ സിനിമയിലെ നായകനായ കാരണം ധ്യാൻ ചേട്ടനെ വെറുതെ വിടും. അങ്ങനെ പടം കഴിഞ്ഞു. ഇന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ധ്യാൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധ്യാൻ ചേട്ടൻ ഈ പഞ്ചായത്തിലെ വലിയ ഗോളിയാണ്. ഇപ്പൊ പറഞ്ഞത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. വാണിംഗ് വാണിംഗ്. പിന്നെ ധ്യാൻ ചേട്ടന് അവിടെ ഒരു ക്രഷ് ഉണ്ട്. പിന്നാലെ നടക്കാൻ പണിയൊന്നുമില്ല. എനിക്ക് തന്റെ പിന്നാലെ നടക്കാനില്ല, ഒപ്പം നടക്കാൻ ഇഷ്ടം. ധ്യാൻ ചേട്ടൻ ജോലി ചെയ്യാണ്ട് ഇങ്ങനെ നടന്നിട്ട് വീട്ടിൽ മൊത്തം ദാരിദ്ര്യ. അപ്പൊ ധ്യാൻ ചേട്ടന്റെ അമ്മ ഇനി ജോലി ചെയ്താലും ഞാൻ നിനക്ക് ഭക്ഷണം തരുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോ നമ്മുടെ ധ്യാൻ ചേട്ടന് ടെൻഷനാവും. കഷ്ടമാണിത്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ധ്യാൻ ചേട്ടന്റെ അപ്പം പോലീസാ. ആള് സർവീസിൽ വെച്ച് മരിച്ചു. അപ്പൊ ആ ജോലി നമ്മുടെ ധ്യാൻ ചേട്ടന് കിട്ടും. അപ്പൊ ആ ജോലിക്ക് പോവാൻ ധ്യാൻ ചേട്ടന്റെ അമ്മ പറയും. അങ്ങനെ നമ്മുടെ ധ്യാൻ ചേട്ടൻ പോലീസാവും. കണ്ണൂരിലാണ് ജോലി കിട്ടുക നമ്മുടെ ധ്യാൻ ചേട്ടന്. ധ്യാൻ ചേട്ടൻ കണ്ണൂര്, ആ അന്തസ്. കണ്ണൂര് 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 ബോംബ് ഫേമസ് രാഘവ. ധ്യാൻ ചേട്ടന്റെ ഡ്യൂട്ടി എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരാജ് ചേട്ടന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. മൂപ്പര് അവിടുത്തെ പാർട്ടിക്കാരനാണ്. മൂപ്പർക്ക് വധഭീഷണി ഉണ്ട്. പോലീസ് ആയതിനു ശേഷം നമ്മുടെ ധ്യാൻ ചേട്ടന് ഒടുക്കത്തെ ബുദ്ധിയാണ് ഗൈസ്. ഒരു ദിവസം സുരാജ് ചേട്ടന്റെ കൂടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് പോയിസൺ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ ആ ഫുഡ് കഴിച്ചു നോക്കാനായിട്ട് പോവും. നല്ല ബുദ്ധിയാന്നല്ല സാറേ. നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുപോയില്ലേ ഇതിൽ വിഷം ഉണ്ടെങ്കിൽ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പക്ഷെ സുരാജ് ചേട്ടന് നമ്മുടെ ധ്യാൻ ചേട്ടനെ ഭയങ്കര വിശ്വാസമാണ് ഗൈസ്. കുറച്ചു കാലം ഒരു അവയവം പോലെ കൊണ്ടുകിടന്ന കൂട്ടാണ്. താനും ഉഷാറായതിനു ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല. ഒരു ദിവസം സുരാജ് ചേട്ടൻ കോടതി പോകുമ്പോൾ നമ്മുടെ ധ്യാൻ ചേട്ടൻ പ്രൊട്ടക്ഷനായിട്ട് പോവും. ധ്യാൻ ചേട്ടൻ 12 മണിയായ കാരണം ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം സാറ് പൊക്കോളാൻ പറഞ്ഞിട്ട് സുരാജ് ചേട്ടനോട് പൊക്കോളാൻ പറയും. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിൽ പോണ സമയത്ത് അവിടെ ഒരു ബോംബ് പൊട്ടും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. താനങ്ങ് ഉഷാറായതിനു ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കുക. ധ്യാൻ ചേട്ടൻ ഓപ്പൺ ഹൈമറായ കാരണം ആ ബോംബ് പൊട്ടിച്ചത് ധ്യാൻ ചേട്ടനാണോ എന്ന് പാർട്ടിക്കാർക്ക് സംശയമുണ്ട്. അപ്പൊ ആ പാർട്ടിക്കാർ നമ്മുടെ ധ്യാൻ ചേട്ടനെ വെട്ടാനായിട്ട് ആളെ വിടും. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിയിടാ. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. അവൻ വീണ്ടും വന്നു. ആൾക്കാരുടെ ഇടി സഹിക്കാൻ പറ്റാണ്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ സുരാജ് ചേട്ടനുള്ള ഹോസ്പിറ്റലിലേക്ക് പോവും. എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന് എടാ, ഓടുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് ഓടണ്ടേ? ആടെ CCTV ഉണ്ടായിരുന്നു. എവിടെ? എല്ലാം പോയില്ലേ? നമ്മൾ പെട്ട് പൊട്ടന്മാര്.
ഹോസ്പിറ്റലിൽ വെച്ച് ഓടി കാരണം ധ്യാൻ ചേട്ടനെ എന്നെ ബോംബ് വെച്ച് ടെൻഷൻ അടിച്ചിട്ട് പാർട്ടിക്കാർ ധ്യാൻ ചേട്ടന്റെ അടുത്തേക്ക് വീണ്ടും വരും. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ സുരാജേട്ടന് ബോധം വരും. സുരാജേട്ടന് ബോധം വരുമ്പോൾ ധ്യാൻ ചേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യും. എന്നിട്ട് ധ്യാൻ ചേട്ടനല്ല ചെയ്തതെന്ന് പറയും. പിന്നെ ധ്യാൻ ചേട്ടൻ വീണ്ടും ഡ്യൂട്ടിയിൽ കയറിയിട്ട് വീണ്ടും നമ്മുടെ സുരാജേട്ടന് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പോവും. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ, സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. പിന്നെ ഒരു ദിവസം ധ്യാൻ ചേട്ടൻ സുരാജേട്ടന് ഉത്സവത്തിന് പോകുമ്പോൾ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പോവും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ സുരാജേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരും. അപ്പം നമ്മുടെ ധ്യാൻ ചേട്ടൻ അവന്മാരെയൊക്കെ ഇടിക്കാനായിട്ട് പോവും. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാര് ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോലീസുകാർ വരും. എന്നിട്ട് നമ്മുടെ സുരാജേട്ടനെയും ധ്യാൻ ചേട്ടനെയും പോലീസുകാർ രക്ഷിക്കും. പിന്നെ സുരാജേട്ടൻ ധ്യാൻ ചേട്ടനോട് പറയാ, ബോംബ് പൊട്ടിച്ചതൊക്കെ എൻ്റെ ഐഡിയ ആണ്, എനിക്ക് ഇലക്ഷനിലേക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പരിപാടികളാണെന്ന് പറയും. എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര്? കോമാളി, വിദൂഷകൻ, അല്ലെങ്കിൽ വെറും തമ്മി? അങ്ങനെ പടം കഴിഞ്ഞു. ഇതിലും ഭേദം ധ്യാൻ ചേട്ടൻ ആ ഗോൾ കീപ്പർ എന്തായിരുന്നു കേട്ടാ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു പേട്ട പഞ്ചായത്തിനെ കുറിച്ചാണ്. പടം തുടങ്ങുന്ന തന്നെ ഒരാളുടെ വോയിസ് ഓവർ കേട്ടിട്ടാണ്. ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്കാരങ്ങളും ഒത്തിണങ്ങി അർമാദിച്ചു നിൽക്കുന്ന ഒരു ബൃഹസ്പതി കുന്നാണ്. അല്ല, ഇത് നമ്മുടെ ചിരിയണ്ണനല്ലേ? ചിരിയണ്ണൻ എന്തിനാ ഈ പടത്തില് കാര്യം? അതിനെക്കുറിച്ച് ഞങ്ങൾ ഇലുമിനാറ്റിക്കാർ പറയാറില്ല. ഈ പടത്തിലെ പഞ്ചായത്തുകാരെ കുറിച്ച് പറയണെങ്കിൽ അവരുടെ മെയിൻ പരിപാടി എന്നിട്ടാന്ന് വെച്ചാൽ ആ പഞ്ചായത്തിലുള്ള ആൾക്കാരുടെ കല്യാണം മുടക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ഒരു കൊല്ലം കല്യാണം മുടക്കുന്ന ആൾക്കാർക്ക് അവിടെ അവാർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ ചോദിയത് എന്തെങ്ങനെയെന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് വേറെ ഒരു പണിയില്ല. ആൾക്കാരുടെ കല്യാണം മുടക്കുന്നതാണ് ഇവരുടെ പണി. പിന്നെ പഞ്ചായത്തിൽ കല്യാണം കഴിക്കാൻ നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അല്ലാതെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ട് വൃദ്ധന്മാരൊക്കെ ഉള്ള. എന്താ സംശയം? ഞാൻ തന്നെ ഭയം. എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയോടെ ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ധ്യാൻ ചേട്ടന്റെ ഏത് പേട്ടപ്പടം എടുത്താലും അതില് സ്റ്റാർ മാജിക്കിൽ ഒരാൾ എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ പ്രാവശ്യം ട്രോഫി കിട്ടിയ ആള് സ്വന്തം മോന്റെ കല്യാണം വരെ മുടക്കിയിട്ടാണ് മൂപ്പർക്ക് ട്രോഫി കിട്ടണേ. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. പിന്നെ അവിടെ വെച്ച് ഇവന്മാരൊരു ചലഞ്ച് ചെയ്യും. 6 ദിവസം കൊണ്ട് ഇവന്റെ കല്യാണം നടത്തും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് മുടക്കാൻ പറയും. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. ഇത് കേൾക്കുമ്പോ കല്യാണം മുടക്കിയുള്ള ആൾക്കാർ ഞങ്ങൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമ്മുടെ ആശാനോടൊന്ന് സംസാരിക്കണമെന്ന് പറയും. ഇവരുടെ ആശാൻ ഒരു ഊമയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സൈൻ ലാംഗ്വേജ് വെച്ച് ഇയാൾ സംസാരിക്കുന്നു. ഒരിക്കലും അല്ല, മൂപ്പരൊരു വെറൈറ്റിക്ക് വേണ്ടി വളി വിട്ട് സംസാരിക്കും. സാറാ ആന്റപ്പന്റെ ആരെങ്കിലും ആണോ? അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. പിന്നെ വലിയാശാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് മറ്റവന്മാര് വരെ ക്ലബിൽ പോവും. അത് കഴിഞ്ഞിട്ട് സ്റ്റാർ മാജിക് ലെവലിലുള്ള കോമഡി എടുത്തിട്ട് അത് വെച്ച് മൂത്രം ഒഴിക്കാൻ പോണ സമയത്ത് മേത്ത് മൂത്രമാവും. എന്നിട്ട് കൂട്ടുകാരുടെ അടുത്ത് പോകുമ്പോ എന്താ സ്മെല്ലെന്ന് ചോദിക്കും. ഇതൊക്കെ കോമഡി ആട്ടാ. ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവൂലേ ഭായി? തമാശയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഭായി. പിന്നെ ഇവന്മാരുള്ള സ്ഥലത്തേക്ക് ഇവന്മാരുടെ ഒരു കൂട്ടുകാരൻ വരും. ഇവര് അന്ന് ചലഞ്ച് ചെയ്ത സമയത്ത് ഇവനുണ്ടായില്ലേ. അപ്പൊ ആ കഥയൊക്കെ ഇവനോട് പറയും. അത് കേൾക്കുമ്പോ ഇവനൊരു തമാശ പറയും. ആ കിളവൻ അറിഞ്ഞൂടെ, വാശിക്ക് വളിവിട്ട കുണ്ടിക്കാണ് കേടന്ന്. എന്നെ ഇത് എഴുതുന്ന സമയത്ത് വിളിച്ചിട്ട് ഞാൻ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു തന്നേനെ, മുട്ടാൻ നിൽക്കണ്ട തൂറാൻ മുട്ടും. പിന്നെ നേരത്തെ വന്നവൻ അങ്ങോട്ടൊരു ചേച്ചിയും കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് അപരാധ പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ, നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും പൈസ ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പം ആരും പൈസ ഇല്ല എന്ന് പറയും. അപ്പം അവിടെയുള്ള ഒരുത്തൻ പറയും, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, എൻ്റെ മൂക്കുത്തി നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് മൂക്കുത്തി ഊരി കൊടുക്കും. വത്സലയുടെ പിള്ളേർക്ക് ഒരുത്തിയുടെ ഓശാരം വേണ്ട. ഈ സീൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പേട്ടപ്പാട്ട് ഒരു പ്ലേ ചെയ്യും. എൻ്റെ മോനെ ഏതാ പാട്ടെന്നറിയോ? പിന്നെ മൂക്കുത്തി കൊടുത്ത ആളുടെ മൂക്കിന്റെ തോളടഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് സ്റ്റാർ മാജിക്കിലെ ആള് ഈർക്കിലി കൊടുക്കും. സ്നേഹം കൊണ്ടാ. പിന്നെ അവന്മാരുടെ കൂടെയുള്ള ആള് മറ്റേ ചേച്ചിയുടെ റൂമിക്ക് പോവും. അപ്പൊ മറ്റേ ചേച്ചി അവനൊരൊറ്റ ചവിട്ടങ്ങ് ചവിട്ടും. ഇപ്പൊ ഏത് പേട്ടപ്പടം എടുത്താലും അതിൽ വുമൺ എംപവർമെന്റ് സീന്. അത് കണ്ട് പറഞ്ഞു മടുത്തു. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട
പിന്നെ മറ്റേ ചേച്ചി പറയും എനിക്കൊരു ക്രഷ് ഉണ്ട്, നാളെ എന്റെ കല്യാണം. അപ്പൊ അവിടുന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് എന്റെ ക്രഷ് ഒരു ഓട്ടോക്കാരനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഓട്ടോക്കാരന് ഇയാളാന്ന് വിചാരിച്ച് ഇയാളുടെ കൂടെ വന്നതാണെന്ന് പറയും. പിന്നെ ആ ചേച്ചി ഇവന്മാരുടെ കൂടെ വെള്ളടിച്ച് ഹൈ ആയിട്ട് ഒരു ഓസ്കാർ ലെവൽ പെർഫോമൻസ് അവിടെ കാണിക്കും. മസാല കുറവാണെന്ന് മനസ്സിലാവേ ഇല്ല. പിന്നെ മോർണിംഗ് ആകുമ്പോൾ ഇവന്മാരുടെ കൂടെ മറ്റേ പെണ്ണിനെ ആ കല്യാണ മുടക്കികളുടെ ഒരാൾ കാണും. എന്നിട്ട് അയാൾ ആ കല്യാണ മുടക്കികളുടെ ക്ലബ്ബിൽ പോയിട്ട് ഈ കാര്യം പറയാം. എന്നിട്ട് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് പടം വരയ്ക്കും. അങ്ങേര് നല്ല കഴിവില്ലാത്ത ആളെ കാരണം ആ പടം ആവില്ല വരച്ച് വരുമ്പോ. പിന്നെ ഉമ്മാരെ പഞ്ചായത്ത് മൊത്തം ആ പെണ്ണിനെ അന്വേഷിക്കും. എന്നിട്ട് ഒരു വീട്ടിൽ പോണ സമയത്ത് അവിടുത്തെ ഒരു പെണ്ണൊരു പ്രോ ലെവൽ ക്രിഞ്ച് കാണിക്കുന്നവര് കാണും. പിന്നെ മറ്റവന്മാര് ആ ചേച്ചീനെ വീട്ടിൽ കൊണ്ടാക്കും. പിന്നെ അവളുടെ കല്യാണം മുടങ്ങും. പിന്നെ അവിടെ വൻ അടിയാവും. പിന്നെ ആ ഇടി സോൾവ് ചെയ്യാനായിട്ട് ഇലുമിനാണ്ടികളുടെ അമ്മ ഇടപെടും. ഒരു സിമ്പിൾ കാണുന്നുണ്ട് ഞങ്ങള് ഇലുമിനാട്ടി. എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ് പറയില്ല മോനെ രാജു, പറ്റാത്ത കാര്യങ്ങൾ വിളിച്ച് പറയല്ലേ. പിന്നെ മറ്റേ ചേച്ചി അന്ന് ആ കല്യാണം സെറ്റാവാത്ത ചെക്കനെ കല്യാണം കഴിക്കാന്ന് പറയും. പിന്നെ ഇലുമിനാണ്ടികളുടെ അമ്മ ഇത് കാണുമ്പോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഇവര് കല്യാണം കഴിക്കും. അപ്പൊ ആ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാർ ഇവരെ തല്ലാൻ വരും. അപ്പൊ അവരെ രക്ഷിക്കാനായിട്ട് ഒരാൾ വരും. ഒരു ബോംബിന്റെ സ്മെല്ലടിക്കും. അതെ ഗൈസ്, നമ്മുടെ ധ്യാൻ ചേട്ടൻ. ധ്യാൻ ചേട്ടാ, ദീപാവലിയൊക്കെ എങ്ങനെയുണ്ടായി? എല്ലാ ആഴ്ചയും ദീപാവലി ആഘോഷിക്കുന്ന എന്നോടാണോ ബാല? എന്നിട്ട് അവിടെ ഉള്ളവന്മാര് നമ്മുടെ ധ്യാൻ ചേട്ടനെ തോട്ട പൊട്ടിക്കുന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഇതാണ് തോട്ട. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ ഇസ്രായേലിൽ നിന്ന് കടൽ കടന്നു വരുന്ന ലേറ്റസ്റ്റ് വെപ്പൺസ്